back to our channel Smile with Jo. ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള വെജ് കുറുമ നമുക്ക് വീട്ടിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. അപ്പോൾ ഇന്ന് അബിയുടെ ഉണ്ട് കിച്ചണിൽ. അബി ഹായ് പറഞ്ഞേ. ഇപ്പോഴും വളരെ കുറച്ച് കുറുമ ഉണ്ടാക്കാറുള്ളൂ. നമുക്ക് കുറെ കഴിച്ച് മടുക്കുന്നതിന് മുമ്പ് നമുക്ക് കറികളൊക്കെ തീർക്കണമല്ലോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. 2 ചെറിയ തുണ്ട് പട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 ഗ്രാമ്പു, പിന്നെ 1 ഏലക്ക. ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് മൂത്ത് വന്ന സ്മെല്ല് വന്നിട്ട് ഇതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇളക്കി കൊടുക്കാം. സവാള വഴറ്റിയെടുക്കുമ്പോൾ ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ വരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ഒരു വെന്ത് കിട്ടുന്ന ഒരു പരുവായാൽ മതി. ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചിട്ട് വരാം. സവാള ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 വെളുത്തുള്ളി പിന്നെ ഇത്രയും ഇഞ്ചി ഞാൻ എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഇഞ്ചി ഒന്ന് അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കുറച്ചുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടി പിടിച്ച് തുടങ്ങി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് പൗഡർ എടുത്തൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂണും പിന്നെ ഒരു 1/2 സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം മസാല വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഏതാണ്ട് ഇത്രയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഏതാണ്ട് 1 സ്പൂണും പിന്നെ ഒരു 1/2 സ്പൂൺ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാലയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലയുടെ മണമൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മണം വരുന്നുണ്ട്. നമുക്ക് മണം വരുന്നുണ്ടോ? ഓക്കെ. നമുക്കിതിൽ തക്കാളി ആഡ് ചെയ്യാം. നമ്മൾ പൊടി ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് തക്കാളി ഒരു വലിയ സൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത ശേഷം നമുക്ക് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 5 ബീൻസ് എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നോർമലായിട്ട് ഇതിനേക്കാളും കൂടുതലായിട്ട് ക്യാരറ്റ് ചേർക്കുന്നതാണ്. പക്ഷേ അതിന് ഇടയ്ക്ക് ബിരിയാണി വെച്ചായിരുന്നു. പിന്നെ ബാക്കി വന്ന ക്യാരറ്റായത്. അപ്പോൾ ഈ ഡിഷ് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് 5 ബീൻസും ഈ 2 ക്യാരറ്റും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ അടുപ്പ് ഒരുപാട് ചൂടാകുന്നുണ്ട്. ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 കോളിഫ്ലവർ കൂടി കട്ട് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് 2 കോളിഫ്ലവറിന്റെ പൂവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്തെടുക്കാൻ പോകുന്ന ക്യാബേജ് ആണ്. ഈ ക്യാബേജ് ആണ് നമുക്ക് റെസ്റ്റോറൻറ്റ് കുറുമയുടെ ടേസ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നമ്മൾ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഒരുപാട് ക്യാബേജ് സ്മെല്ലായി പോകും. അപ്പോൾ ഏതാണ്ട് ഇത്രയും ക്യാബേജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയും ക്യാബേജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുറുമ തന്നെ നമുക്ക് കിട്ടും.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ മട്ടർ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടാൽ ഒന്നുകൂടി കളർഫുൾ ആവും. എൻ്റെ അതൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സ്പൂൺ തൈരാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള ചുടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒഴിച്ചോ, കുറച്ചുകൂടി ഒഴിച്ചു. മതി. ഇപ്പൊ തന്നെ റെഡിയാവില്ലേ? നമുക്ക് ഒരു പുതിന തന്നെ ഇടണം. പിന്നെ ഒരു അരപ്പും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് അരച്ചൊഴിക്കുമ്പോഴേ കുറുമ കഴിയുള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂണും പിന്നെ ഒരു 1/4 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പുതിനയാണ്. അപ്പൊ ഞാൻ ഒന്ന് കഴുകി എടുത്തു തരാം. ഇനി ഞാൻ പുതിന ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. പക്ഷെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മണം കിട്ടും. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഇലയുടെ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ല് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് കുറച്ച് പുതിന ഇല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ എല്ലാ വെജിറ്റബിളും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്ന ശേഷം നാളികേരം കൂടി ചേർക്കാം. അപ്പൊ ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അരപ്പ് ചേർക്കുമ്പോൾ നാളികേരത്തിന്റെ കൂടെ 2 ഐറ്റം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒരു 7 കാഷ്യൂനട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പെരിഞ്ജീരകമാണ്. ഇതാണ് പെരിഞ്ജീരകം. ഇവിടെ കളയാതെ ഇടണേ. ഇതിലേക്ക് ഒരു വലിയൊരു കപ്പ് നാളികേരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കാഷ്യൂനട്ട് ആണ്, അതൊരു 7 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത്യാവശ്യം വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പോയിട്ട് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നന്നായിട്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് ഉടച്ചു കൊടുക്കാം. ചിലവർക്ക് ഇത് ഉടയ്ക്കാതെ കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടി ഇഷ്ടം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഉടച്ചു കൊടുക്കുന്നതിലൂടെ നമുക്കൊരു സെമി ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അത് ഇഷ്ടമുള്ളവർക്ക് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത ശേഷം ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയിൽ മുഴുവനും എടുക്കണം തന്നെ. അപ്പൊ നന്നായിട്ട് കുലുക്കി ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം അനാവശ്യമായിട്ട് നമ്മളൊന്നും കളയാൻ പാടില്ലല്ലോ. അപ്പൊ നന്നായിട്ട് ഞാൻ കുലുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഏതാണ്ട് ഈ കളർ വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് കൊറിയാണ്ടർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. പക്ഷെ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും. ഞാൻ മുമ്പ് ഫ്ലാറ്റിലായിരുന്ന സമയത്ത് ഈ കുറുമ വയ്ക്കുമ്പോൾ തൊട്ടടുത്തുള്ള എൻ്റെ ഡോറിലെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കരുത് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ. കാരണം അത്രയും നല്ല മണമായിരിക്കും. കാരണം ആ മണം അവരുടെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടണം എന്നുള്ളവർക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ മീഡിയം തിക്കിലാണ് വെക്കാറുള്ളത്. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. വണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് നന്നായിട്ട് തിളച്ചു വരണം. ഈ ബേ ലീഫ് പട്ട ഗ്രാമ്പു ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ, ആ സമയത്തും ബേ ലീഫ് ആഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും എനിക്ക് നല്ല മണം കിട്ടുന്നുണ്ട്. അപ്പം മിക്കപ്പോഴും ഈ കൊറിയാണ്ടർ ലീഫൊക്കെ ഇടുന്ന സമയത്താണ് ഞാൻ ഈ ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കുന്നത്. അപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. കൊറിയാണ്ടർ ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എനിക്കിങ്ങനെ ചൂടോടുകൂടി സെർവിങ് ബൗളിലേക്ക് ഞാൻ അങ്ങനെയൊന്നും മാറ്റാറില്ല. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ സെർവിങ് ബൗളിലേക്ക് ആക്കുന്നതാണ്. അല്ലെങ്കിൽ ചൂടാറിയ ശേഷമായിരിക്കും ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് കുറുമ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിലൂടെയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.